ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഉണ്ടോ? 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഈ 72 പേര് എവിടെ പോയി അല്ലേ? അവരെവിടെ പോയതുകൊണ്ടാണല്ലോ തിരിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. യേശു അവരെ വിട്ടതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ വന്നേ. അപ്പോൾ അവരെവിടെ പോയി? അത് ഈ ലൂക്കോസ് 10:1 മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ലൂക്കോസ് 10:1 കാണുന്നുണ്ട്. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. കണ്ടോ? അപ്പോൾ യേശു തനിക്ക് വഴിയൊരുക്കണം എന്നോണം താൻ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരെ വിടുകയാണ്. 72 പേരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് 2 പേരെ വീതം വിടുകയാണ്. അപ്പോൾ ആ പോയവർ തിരിച്ച് യേശു പറഞ്ഞത് അനുസരിച്ച്, യേശു പറഞ്ഞത് ചെയ്യാൻ അവർ പോയി. അതെല്ലാം അവർ ചെയ്തിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരിക. ആ തിരിച്ചു വരുന്നതാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് ഇത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. അത്ഭുതം വേറൊന്നുമില്ല, ഈ 72 പേർക്ക് ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? കാരണം എനിക്ക്, അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളോട് പറയുന്നത്. അതായത് ഈ 72 പേര്, ഇപ്പം യേശുവിൻ്റെ കൂടെ ഒരു 12 സ്ലീഹന്മാരുടെ ഒരു സമൂഹമുണ്ട്, നമുക്കറിയാം അല്ലേ? അവർ യേശുവിൻ്റെ കൂടെ എല്ലായിടത്തും ഉണ്ട്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെല്ലാം അവർ കാണുന്നുണ്ട്. ദൈവരാജ്യത്തെപ്പറ്റി ഈശോ പഠിപ്പിക്കുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ കൂടെ ഊണിലും ഉറക്കത്തിലും അവരെപ്പോഴും ഉണ്ട്. ഈ 12 പേര് എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഈ 72 പേര് അവരങ്ങനെയല്ല. ഇല്ല, നമുക്കറിയാം യേശുവിൻ്റെ കൂടെ യേശുവിന് 12 സ്ലീഹന്മാരെ കൂടാതെ ഈശോ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ഒരു വലിയ ജനസമൂഹവും ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? ഒരു വലിയ ജനസമൂഹം എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ തൻ്റെ അടുക്കൽ വന്ന ഈ ജനസമൂഹത്തിൽ നിന്നാണ് ഈശോ ഈ 72 പേരെ തിരഞ്ഞെടുത്തത്. ഈ ജനസമൂഹത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, അതായത് ഈ ജനം, അതായത് 12 സ്ലീഹന്മാരല്ല, അല്ലാതെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ജനം എല്ലാ ദിവസവും ഒരേ നമ്പറായിരിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ യേശു ഇങ്ങനെ പോയപ്പോൾ യേശുവിൻ്റെ കൂടെ ഇന്നലെ ഒരു 500 പേരുണ്ടായിരുന്നെങ്കിൽ ഇന്നതൊരു പക്ഷേ ഒരു 450 കുറയാം. 50 കുറഞ്ഞ് 450 ആകാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 കൂടി 550 ആകാം. ചിലപ്പോൾ കൂടിയും കുറഞ്ഞിരിക്കാം. ജനക്കൂട്ടം, മനസ്സിലായോ? യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന ജനക്കൂട്ടത്തിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞിരിക്കാം ഓരോ ദിവസത്തിൽ. പക്ഷേ സ്ലീഹന്മാർ അങ്ങനെയല്ല. സ്ലീഹന്മാർ 12 പേര് എപ്പോഴും ഈശോയുടെ കൂടെയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ 72 പേരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഈ ജനക്കൂട്ടത്തിൽ നിന്ന് യേശു 72 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവരെ അങ്ങ് വിടുകയാണ്. അതായത് ഇവർക്ക് ധൈര്യം എവിടുന്ന് കിട്ടി? എനിക്കതാ മനസ്സിലാകാത്തത് കേട്ടോ. ഈ ധൈര്യം എവിടുന്ന് കിട്ടി? കാരണം ഈ ജനം, ഇവർ 72 പേര് ഇവരെപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. യേശു പഠിപ്പിച്ചത്, ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചതെല്ലാം ഇവർ കേട്ടു എന്നില്ല. ഈശോ ചെയ്ത അത്ഭുതങ്ങളെല്ലാം ഇവർ കാണണമെന്നില്ല. കുറേയൊക്കെ കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ ദൈവരാജ്യത്തെപ്പറ്റി ഈശോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എല്ലാം ഇവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇനി ഇതിനു മുൻപ് ഇവർ ഇതേ ദൗത്യം എടുത്തുകൊണ്ട് ഇതേ ദൗത്യത്തിന് വേണ്ടി ഇവർ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുമില്ല. മനസ്സിലായോ? ഇത് ആദ്യമായിട്ട് ഇറങ്ങുകയാണ്, ആദ്യമായിട്ട്. പക്ഷേ യേശുവിൻ്റെ വാക്ക് കേട്ട് അങ്ങ് പോവുക. ഈ ധൈര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്, ഇവരുടെ ധൈര്യമാണ്. മനസ്സിലായി? ഇനി അത് മാത്രമല്ല, ഈശോ ഈ പാവങ്ങളെ ആദ്യമായിട്ട് വിടുമ്പോൾ
ഈ പാവങ്ങളെ പേടിപ്പിച്ചാണ് വിടുന്നത്. മനസ്സിലായോ? എന്താ പറയുന്നത്? ലൂക്ക 10:3 പറയുന്നുണ്ട്, എന്താ? പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നോക്കിക്കോണേ, എന്തെല്ലാം നല്ല വാക്ക് പറയാനുണ്ടായിരുന്നു. മക്കളെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാ കാര്യവും ശരിയാകും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ നേരത്തെ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇല്ലേ? നമ്മളങ്ങനെയല്ലേ? നമ്മളിപ്പം ഒരാളെ ഉദാഹരണം പറയുമ്പോൾ, ഞങ്ങൾ അച്ഛന്മാർ, ഒരു ഷമ്മാശൻ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ച ഒരു പുരോഹിതനാകുമ്പോൾ ആ നവവൈദികൻ എന്നാണ് പറയുന്നത്, ആ നവവൈദികനെ ഒരിക്കലും രൂപതയിലെ മെത്രാൻ ഒരു പള്ളിയുടെ മുഴുവൻ ചുമതലയും കൊടുത്ത് അങ്ങ് വിടത്തില്ല. ആദ്യം എന്ത് ചെയ്യും? ഈ നവവൈദികനെ ഏതെങ്കിലും ഒരു വല്യച്ഛൻ്റെ കൂടെ നിർത്തും. ഒരു വർഷമോ 2 വർഷം 3 വർഷം എത്രയോ നിർത്തും. ഒരു പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിയുള്ള, ദേവാലയങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന, ജനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ പിന്നെ കൂദാശകൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇരുത്തം വന്ന ഒരു അച്ഛൻ്റെ കൂടെ ഈ കൊച്ചച്ഛനെ വിടും. ഈ കൊച്ചച്ഛൻ ആ അച്ഛൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം കണ്ടു ചെയ്തു പഠിക്കും. എന്നിട്ടാണ് ഒരു ദേവാലയത്തിൻ്റെ ശുശ്രൂഷ മുഴുവൻ ഏൽപ്പിച്ച് ഒരു പള്ളിയിലേക്ക് വിടുന്നത്. മനസ്സിലായോ? ഞങ്ങൾ അച്ഛന്മാരൊക്കെ അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ഒരു അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഒരു അച്ഛൻ്റെ കൂടെ നിൽക്കും. അതെല്ലാം അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ച് പിന്നെയാണ് ഒരു പള്ളിയിലേക്ക് ചാർജ് തന്ന് വിടുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ പാവങ്ങൾ അതിൻ്റെ കൂടെ പാവങ്ങളെ പേടിപ്പിച്ചും കൂടാ വിട്ടേ. നിന്നെയൊക്കെ ചെന്നായിട്ട് അടുത്തേക്കാടാ വിടുന്നത്, അടികൊള്ളാനാടാ നിന്നെയൊക്കെ വിടുന്നത്, പട്ടിണിക്കാടാ നിന്നെയൊക്കെ വിടുന്നത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിടുന്നത് ഈ പാവങ്ങളെ. പക്ഷേ ഇവർ പോവുക. അതായത് ഇവിടെയുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ വിചാരിച്ചു എന്താണെന്നറിയാമോ? ഞങ്ങളെ വിടുന്ന ഈ യേശു ഞങ്ങളുടെ കാര്യം നോക്കിക്കോളും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എനിക്ക് അതിനപ്പുറം പറയാൻ അറിയില്ല. മനസ്സിലായോ? ഞങ്ങളെ വിടുന്നവൻ ഈ യേശു ആണല്ലോ ഞങ്ങളെ വിടുന്നത്, യേശു നോക്കിക്കോളും. മനസ്സിലായോ? ആ ഒരു ധൈര്യമാണ് ഇവരെ മുമ്പോട്ട്, ആ ഒരു ദൗത്യത്തിലേക്ക് ഇവരെ മുമ്പോട്ട് പിന്നെ പോകാനായിട്ട് അനുവദിച്ചത്, ഇടയാക്കിയത്. ഇവിടെയുള്ളവരെ സങ്കീർത്തനം 27 1, 2, 3 വാക്യങ്ങൾ പറയുന്നുണ്ട്. സങ്കീർത്തനം 27 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളതൊന്ന് വായിക്കാം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടുകയില്ല. കേട്ടോ? അപ്പോൾ ഈ 72 പേരെ വിടുമ്പോൾ എന്താ പറയുന്നത്? നിങ്ങളെ വിടുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്, നിങ്ങളെ സ്നേഹിക്കാൻ അറിയാത്തൊരു ജനത്തിൻ്റെ ഇടയിലേക്കാണ്, ദൈവവചനം എത്തിയിട്ടില്ലാത്ത ജനത്തിൻ്റെ ഇടയ്ക്കിലേക്കാണ്, സത്യദൈവത്തിലൂടെ ലഭിക്കുന്ന നന്മകൾ തിരിച്ചറിയാൻ കഴിയാത്ത ജനത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ എത്തിക്കുന്നത്. മനസ്സിലായോ? കഷ്ടപ്പാടുണ്ട്, ദുരിതമുണ്ട്, വേദനയുണ്ട്. ആ ഒരു അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ എത്തിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഒരു പാളയം അടിക്കുന്നവരുണ്ടാകാം. ഈ ഒരു ധൈര്യം, എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ജനം ഇറങ്ങുകയാണ്. എന്താ? ഉത്തരവേ ഉള്ളൂ, കർത്താവ് നോക്കിക്കോളും. കർത്താവ് എനിക്ക് പ്രകാശമായിട്ട്, എനിക്ക് വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് നോക്കിക്കോളും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 72 പേരുടെ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. മനസ്സിലായോ? എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്, എന്നെ തമ്പുരാൻ നോക്കിക്കോളും. ഈ ഒരു വചനം, ഈ ഒരു വിശ്വാസം നമ്മളെ മുമ്പോട്ട് ജീവിക്കാനായിട്ട് സഹായിക്കണം. വീണ്ടും റോമർ 8:31 പറയുന്നുണ്ട്. റോമർ 8:31 വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? കണ്ടോ? അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ ഭയക്കേണ്ട ആവശ്യമില്ല. കേട്ടോ? അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് കൂടെയുള്ളൊരു ജീവിതം അത് ഉണ്ട് എന്ന് നീ തിരിച്ചറിയണം. ഉദാഹരണം പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർ
അവരെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഒരു വിവാഹ എന്ന കൂദാശയിലേക്ക് എന്നെ ഒരുക്കി ഈ കുടുംബത്തിൽ എന്നെ ആക്കിയിരിക്കുന്നത് ഒരിക്കലും എൻ്റെ തീരുമാനമോ എൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനമോ അല്ല, പിന്നെയോ എൻ്റെ കർത്താവിൻ്റെ തീരുമാനമാണ്. എൻ്റെ കർത്താവാണ് ഈ കൂദാശയ്ക്ക് വേണ്ടി, ഈ വിവാഹ ജീവിതത്തിന് വേണ്ടി, ഈ കുടുംബ ജീവിതത്തിലേക്ക് എന്നെ ഒരുക്കിയത് കർത്താവാണ്. അപ്പോൾ ബാക്കി കർത്താവ് നോക്കിക്കോളും. ഒരുപക്ഷെ നിൻ്റെ ജീവിത പങ്കാളിക്ക് നിന്നെ സ്നേഹിക്കാൻ അറിയില്ലായിരിക്കാം, മക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം, മനസ്സിലായോ? ജീവിതത്തിലെ ചില പ്രയാസങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം, കുടുംബത്തിൽ നിനക്കൊരു സ്ഥാനം ഇല്ലായിരിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ എന്നോട് അദ്ദേഹത്തിന് സങ്കടം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ഉയർന്ന ജോലിയുള്ളൊരു മനുഷ്യൻ, ഗവൺമെൻറ്റിൽ നല്ല ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ വന്ന് എന്നോട് പറയുക, അച്ഛാ എൻ്റെ വീട്ടിൽ എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ലെന്ന്. എൻ്റെ ഭാര്യയും മക്കളുമാണ് എല്ലാം തീരുമാനിക്കുന്നത്. നോക്കിക്കോണേ, ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കിക്കോണേ. എൻ്റെ ഭാര്യയും മക്കളുമാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവരെന്നെ ഒരു കാര്യം എന്നെ അറിയിക്കില്ല. എന്നാൽ അവർക്ക് എൻ്റെ പണം വേണം, എൻ്റെ പദവി വേണം, എന്നിലൂടെ ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണം. ഞാനാണ് എൻ്റെ കുടുംബത്തെ നോക്കുന്നത്, പക്ഷേ തീരുമാനം എടുക്കുന്നില്ല എൻ്റെ ഭാര്യയും മക്കളുമാണ്. ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ എൻ്റെ പ്രിയമുള്ളവരെ പലരുടെയും കുടുംബത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ ആരെങ്കിലും, എന്നെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണേ. കർത്താവ് ഈ ഒരു അവസ്ഥയിലൂടെ നിന്നെ കൊണ്ടുപോകുമ്പോഴും കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടില്ല. അവൻ നിനക്ക് പ്രകാശമായിട്ട്, അവൻ നിനക്ക് രക്ഷയായിട്ട്, അവൻ നിനക്ക് ദൈവമായിട്ട് നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കൂടെ അവനുണ്ട് കേട്ടോ. ഒരു പുരോഹിതനായി എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ പൗരോഹിത്യം എന്ന ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവരുമ്പോൾ ബാക്കി എൻ്റെ ശുശ്രൂഷകളെ കർത്താവ് നോക്കിക്കൊള്ളും. എൻ്റെ കാര്യങ്ങളെല്ലാം തമ്പുരാൻ നോക്കിക്കൊള്ളും. മനസ്സിലായോ? മാർ ഇവാൻസ് പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്. ധന്യൻ മാർ ഇവാൻസ് പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ ദൈവവേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലിരിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും ഭക്ഷണം കഴിച്ചോ, എൻ്റെ അപ്പനും അമ്മയും ഇപ്പം എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാൻ അതിനെപ്പറ്റി ഓർത്ത് ജീവിക്കേണ്ടവനല്ല. ഞാൻ ജീവിക്കേണ്ടത് എന്താണെന്നറിയാം? ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ആലയത്തിൽ, എൻ്റെ ജനത്തിൽ എത്ര പേര് ദൈവത്തിലേക്ക് എത്തുന്നുണ്ട്, എത്ര പേർക്ക് നിത്യജീവൻ കിട്ടുന്നുണ്ട്. എൻ്റെ ശുശ്രൂഷ ഓരോ ദിവസവും ചെല്ലുന്തോറും എൻ്റെ ശുശ്രൂഷയിൽ ഉയർച്ചയാണോ ഉണ്ടാകുന്നത്, അതോ താഴ്ചയാണോ ഉണ്ടാകുന്നത്? ഓരോ ദിവസവും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വളരുകയാണോ, അതോ പൈശാചികമായ ശക്തിയുടെ തിന്മയിൽ ഞാൻ തകർന്നു പോവുകയാണോ? ഞാൻ ചിന്തിക്കേണ്ടത് അതാ. ഒരു അച്ഛനായ ഞാൻ, ഒരു വൈദികനായ ഞാൻ ചിന്തിക്കേണ്ടത് അതാ. ബാക്കി കർത്താവ് നോക്കിക്കോളും. എൻ്റെ അപ്പൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. എൻ്റെ അമ്മയെ തമ്പുരാൻ നടത്തിക്കോളും. എൻ്റെ കുടുംബത്തെ കർത്താവ് വളർത്തിക്കോളും. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെപ്പറ്റി ചിന്തിക്കരുത് എന്നല്ല ഈശോ പറയുന്നത്. നാളെപ്പറ്റി നീ ചിന്തിക്കരുത്. നാളത്തെ ദിനം തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചോളൂ. നീ ചിന്തിക്കേണ്ട. നിന്നെപ്പറ്റി ചിന്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ, നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്നേ. നിന്റെ തലയിൽ ഒരു മുടി പോലും എണ്ണാൻ ആ ദൈവത്തിന് കഴിയാമെങ്കിൽ നിന്റെ മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ഈ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. നീ എന്തിനാ ഭാരത്തോടെ ജീവിക്കുന്നത്? നീ എന്തിനാ പരാതി പറഞ്ഞ് ജീവിക്കുന്നേ? ആത്മഹത്യ ചെയ്യണമെന്ന് എന്തിനാ എപ്പോഴും ചിന്തിക്കുന്നേ? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നേ. കർത്താവ് നിൻ്റെ കൂടെ കൊണ്ട് ആര് നമ്മുടെ പക്ഷത്ത് ഇല്ലേ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? റോമർ 8:31 പൗലോസ് ശ്ലീഹ പറയുക, കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? ഇത് ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഈശോ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈശോ ഈ 72 പേരുടെ ഈ ശുശ്രൂഷയെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അതായത് 72 പേര് തിരിച്ചു വന്ന് എന്താ പറഞ്ഞത്? കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം ഈശോ എന്താ പറഞ്ഞേ? ഈശോ അതിന് മറുപടി പറയുന്നത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞാൻ കണ്ടു അല്ലേ? അപ്പോൾ യേശു പോലും അതിനെ അംഗീകരിക്കുക. ആ 72 പേരുടെ ശുശ്രൂഷയെ കർത്താവ് അംഗീകരിക്കുക. ലൂക്കാ 10:18 ഈശോ പറയുന്നുണ്ട്, അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? അപ്പോൾ ഈ 72 പേരുടെ ശുശ്രൂഷയെ സ്വർഗം അംഗീകരിക്കുക, ഈശോ അംഗീകരിക്കുക.
പക്ഷേ യേശു ഒരിക്കലും അവരുടെ ശുശ്രൂഷയിലൂടെ ഉണ്ടായ ഒരു നന്മയെ, മനസ്സിലായി, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു നന്മയെ അല്ല ഈശോ എടുത്തു പറയുന്നത്. ഈശോ എടുത്തു പറയുന്നത് എന്താ അറിയാമോ? ഈശോ എടുത്തു പറയുന്നത്, ഈ നന്മ നിങ്ങൾ ചെയ്തതിലൂടെ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നിങ്ങൾ ശുശ്രൂഷ ചെയ്തപ്പോൾ പിശാച് തോറ്റു, പിശാച് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു, അങ്ങനെ സംഭവിച്ചു, ഞാൻ കണ്ടു. പക്ഷെ നിങ്ങൾ അതിൽ മതിമറന്ന് ജീവിക്കരുത്, ആ അത്ഭുതത്തിൽ മതിമറന്ന് ജീവിക്കരുത്. പിന്നെ ഏതിൽ സന്തോഷിക്കണം? സന്തോഷിക്കേണ്ടത് നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്തത് വഴി നിങ്ങളുടെ പേരുകൾ നിത്യജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. എൻ്റെ പൊന്നുമക്കളെ, നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു മനോഹരമായൊരു ഒരു പാഠമുണ്ട്. ലോകത്തിലെ ഒരു മതഗ്രന്ഥവും പഠിപ്പിക്കാത്തൊരു പാഠമാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിലെ ഒരു മറ്റ് ക്രിസ്തു മതത്തിലല്ലാതെ, ക്രിസ്തു മതത്തിന് പുറത്തുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ പോലും കാണാത്ത ഒരു വലിയ പാഠമാണ് ക്രിസ്ത്യാനി കർത്താവ് ഈ പുസ്തകത്തിലൂടെ നിന്നെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? എന്താ? അതായത് നമ്മുടെ മുമ്പിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കും, ഒരുപാട് അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളുടെ പിറകെ പോയിട്ട് അതിനെ അങ്ങ് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ പേര് നിത്യജീവനിൽ എഴുതിയിട്ടുണ്ടോ, ഞാൻ അതന്വേഷിക്കണം. ഞാൻ ഈ നിമിഷം മരിച്ചാൽ സ്വർഗത്തിൽ ഞാൻ ഇരിക്കുമോ? കർത്താവിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമോ? ഞാൻ അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അതിനെപ്പറ്റി എനിക്കൊരു ഭാരം ഉണ്ടാകണം. മനസ്സിലായോ? നമ്മളതാണ് മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ. ഇന്ന് പലപ്പോഴും എന്താ സംഭവിച്ചത്? ഇന്ന് പലപ്പോഴും ഈ അത്ഭുതങ്ങളെയാണ് ഏറ്റവും കൂടുതലും എടുത്തു കാണിക്കുക. ഇന്ന് പല ധ്യാന കേന്ദ്രങ്ങളായിക്കോട്ടെ, പല ധ്യാനഗുരുക്കന്മാരായിക്കോട്ടെ, അവർ തുടക്കകാലങ്ങളിലൊക്കെ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കകാലങ്ങളിൽ വചനമുണ്ടായിരുന്നു, അഭിഷേകം ഉണ്ടായിരുന്നു, ധ്യാനഗുരുവിന് പിന്നെ എല്ലാവരെയും കാണാനും എല്ലാവർക്കും വേണ്ടി വചനം പറയാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും നേരമുണ്ടായിരുന്നു. പിന്നെ ധ്യാനകേന്ദ്രം വളർന്നു, ധ്യാനഗുരുവിന് പേരും പ്രശസ്തിയായി. അത് എല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിലൂടെ സംഭവിച്ച അത്ഭുതങ്ങളെ എടുത്ത് കാണിച്ചുകൊണ്ടായി പിന്നെ ശുശ്രൂഷ. പിന്നെ വചനമില്ല, പിന്നെ വചനം പറയുന്നില്ല, പിന്നെ മൊത്തം അത്ഭുതമാണ്. ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഇവിടെ ഇരുന്ന്, ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവർ അങ്ങനെ പറയുന്നത്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ആ ചെറുപ്പക്കാരനെ കർത്താവ് തൊട്ടു. പറയുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ അതിനെപ്പറ്റിയാണ് കൂടുതലും പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വചനം പറയേണ്ട വചനവേദി പലപ്പോഴും അത്ഭുതങ്ങൾ മാത്രം പറയുന്ന ഒരു വേദിയാക്കി മാറ്റി പല ധ്യാനകേന്ദ്രങ്ങളിലും. അവിടെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ പൊന്നുമക്കളെ, നീ അത്ഭുതങ്ങൾ സംഭവിക്കും. നിനക്ക് രോഗസൗഖ്യം വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് രോഗസൗഖ്യം വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കടഭാരം മാറും. നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹബക്കുക്ക് 1:5 വചനം പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഇന്നാളിൽ കർത്താവ് നിന്നിൽ ചെയ്യും. ശരിയാ, ഈ ലോകത്തിന് മുൻപിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ അവർക്ക് ആർക്കും വിശ്വാസം ലഭിക്കാത്ത, ഒരാൾ പോലും പറഞ്ഞാൽ വിശ്വസിക്കാത്ത അനേക വലിയ പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് നടത്തും. പക്ഷേ അങ്ങനെ നടത്തുമ്പോൾ നീ ശ്രദ്ധിക്കണം, അങ്ങനെ നടത്തുമ്പോൾ ആ അത്ഭുതത്തെ കണ്ടുകൊണ്ട് മതിമറന്ന് ജീവിക്കും. അത് തന്ന ദൈവത്തിന് നന്ദി പറയാനും ആ തന്ന ദൈവത്തോടു കൂടെ നിത്യജീവനിൽ ഇരിക്കാനും ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടാനും ഞാൻ ആഗ്രഹിക്കണം. കേട്ടോ? അത്ഭുതങ്ങളുടെ പിറകെ അല്ല പോകേണ്ടത്. ഇവരുള്ളവരെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ, ഞാൻ അത് മനസ്സിലാക്കണം, അത് ചിന്തിക്കണം. ഒരു പുരോഹിതനായി ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അനേക വ്യക്തികളിൽ ദൈവം തൊടുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് എല്ലാ വൈദികർക്കും, എനിക്ക് മാത്രമല്ല എല്ലാ വൈദികർക്കും കാണാൻ കഴിയും. പക്ഷേ അങ്ങനെ അത് കാണുമ്പോൾ പിന്നീട് അടുത്ത പ്രസംഗത്തിൽ വന്നിട്ട് അത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിച്ചു, ഞാൻ കൈവച്ചപ്പോൾ പിശാച് ആ വ്യക്തിയിൽ നിന്ന് അകന്നുപോയി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ തടസ്സം മാറി. ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്നാൽ ഇതിലേക്ക് എന്നെ ഒരുക്കിയ കർത്താവിന് ഞാൻ നന്ദി പറയില്ല. മനസ്സിലായോ? ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എന്നെ ഒരുക്കിയ കർത്താവുണ്ടല്ലോ, ആ കർത്താവിനെ ഞാൻ ഓർക്കില്ല, കർത്താവിന് നന്ദി പറയില്ല.
ഈ ശുശ്രൂഷ ചെയ്യാൻ എന്നെ ഒരുക്കിയ കർത്താവിനോടൊപ്പം എനിക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഈ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കും. പ്രിയമുള്ളവരെ, അവിടെയാണ് കർത്താവ് നമുക്ക് നല്ലൊരു തിരുത്ത് തരിക. ഈ 72 പേരോട് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളോട് തന്നെ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ കുർബാന അത് യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ രക്തമാണ്. എനിക്ക് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പാപം പിടിച്ച ഒരു അരച്ചൻ, ഒരു പാവപ്പെട്ട ഒരു വൈദികൻ, അദ്ദേഹം ഒരു കൊച്ചച്ഛനായിക്കോട്ടെ വല്യച്ഛനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, മനസ്സിലായോ? വലിയ അറിവുള്ളവനായിക്കോട്ടെ ഒരു അറിവും ഇല്ലാത്തവനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പാവം പിടിച്ച ഒരച്ഛൻ ഒരു തൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ അപ്പത്തെയും വീഞ്ഞിനെയും നോക്കിക്കൊണ്ട്, കർത്താവേ, നിൻ്റെ സ്വർഗത്തിൽ നിന്ന് ശക്തി അയച്ച് ഇതിനെ നിൻ്റെ ശരീരമാക്കണമേ, ഇതിനെ നിൻ്റെ രക്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പാവം പിടിച്ച അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്നതല്ലേ ആ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായത്. അങ്ങനെ യേശുവിൻ്റെ ശരീരവും രക്തവുമായ ഈ അത്ഭുതം ഇവിടെ നടക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ആ അത്ഭുതത്തിൽ വിശ്വാസമുണ്ട്. കാരണം എന്താ? അത് യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണ്. അതായത് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിച്ചു. വിശ്വാസമുണ്ട്. പക്ഷേ എന്നിട്ട് എനിക്ക് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയുന്നില്ല? മനസ്സിലായോ? വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ വരുന്നുണ്ട്. ആൾത്താരയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഒരു വൈദികൻ ആശീർവദിച്ചത് വഴി അത് യേശുവിൻ്റെ ശരീരമായി, യേശുവിൻ്റെ രക്തമായി എനിക്ക് വിശ്വാസമുണ്ട്. ആ അത്ഭുതം ഞാൻ നേരിട്ട് കണ്ടതാണ്. അത്ഭുതം ഞാൻ കണ്ടു, അതെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ വരില്ല. വളരെ ചുരുക്കം പേരല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? വളരെ ചുരുക്കം പേര്. എല്ലാ ദേവാലയങ്ങളും അങ്ങനെ തന്നെ, വളരെ ചുരുക്കം പേരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളൂ. മനസ്സിലായി? വളരെയധികം പേരും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ അവരായിരിക്കുന്ന ഇടത്ത് തന്നെ നിൽക്കുക. എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഈ അത്ഭുതത്തെ മാത്രമേ അവർ കാണുന്നുള്ളൂ കേട്ടോ. എന്നാൽ ഈ അത്ഭുതത്തിലൂടെ സംഭവിച്ച ഈ കുർബാന, ഈ അപ്പത്തിലും വീഞ്ഞിലും ഉണ്ടായ അത്ഭുതത്തിലൂടെ മാറ്റം വന്ന ഈ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന നിത്യജീവൻ, മനസ്സിലായോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അത്ഭുതത്തെ കാണും, പക്ഷേ കുർബാന സ്വീകരിക്കാൻ വരില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഈശോ അതാണ് നമ്മളെ തിരുത്തുന്നത്. എൻ്റെ പൊന്നുമക്കളെ, അത്ഭുതങ്ങൾ 24 മണിക്കൂറും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു ദിവസത്തെ 24 മണിക്കൂറും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാകും. പക്ഷേ അതിനെ മാത്രം നീ നോക്കി ജീവിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നീ നിത്യജീവനിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ഒരുക്കണം. ജീവൻ്റെ പുസ്തകത്തിലേക്ക് പേരെഴുതാൻ വേണ്ടി നീ ജീവിതത്തെ ഒരുക്കണം. ജീവൻ്റെ പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വാസ്തവമാണ്, ഉണ്ട്. ബൈബിളിൽ അത് പറയുന്നുണ്ട്, അതുകൊണ്ട് അതുണ്ട്. അതിനപ്പുറം എനിക്ക് വേറെ മറുപടിയില്ല. ചിലർ ചോദിക്കും, ജീവൻ്റെ പുസ്തകം ഉണ്ടോ? നിങ്ങൾ എവിടെ? അങ്ങനൊരു പുസ്തകം ഉണ്ടോ? ഉണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, അതുകൊണ്ടുണ്ട്. സങ്കീർത്തനം 69:28 വചനം പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനം 69:28 ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേര് എഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ഉണ്ടോ? വചനം പറയുക, ജീവിക്കുന്നവരുടെ പുസ്തകം, ജീവൻ്റെ പുസ്തകം, അതിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ. ഇനി ആരുടെ പേരാണ് മായ്ച്ചു കളയണ്ടേ? അത് നമ്മൾ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. സങ്കീർത്തനം 69:18 കാണാൻ കഴിയും. എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ, ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. കണ്ടോ? അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കാത്തവർ, മനുഷ്യനോട് ശത്രുത പുലർത്തുന്നവർ, ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർ, കർത്താവിനെ മറന്ന് ജീവിക്കുന്നവർ, അവരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, മത്തായി സുവിശേഷത്തിൽ കാണാൻ കഴിയും. യേശുവിൻ്റെ അടുക്കൽ ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ലേ? മത്തായി 19:16 കാണാൻ കഴിയും. അവിടെ ചോദിക്കുന്നുണ്ട്, ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? കണ്ടോ? നിത്യജീവൻ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ആ ജീവൻ, ആ അവസ്ഥ, അത് പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ എന്താ പറയുന്നത്? ഈശോ പറയുന്നത് 19:18 മുതൽ കാണാൻ കഴിയും. 19:18 കാണാൻ കഴിയുന്നുണ്ട്. അവൻ ചോദിച്ചു എന്തല്ല. അതായത് ഈശോ എന്താ പറഞ്ഞേ? നീ കൽപ്പന അനുസരിക്ക്. അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുക, എന്തല്ല? ഏതൊക്കെ കൽപ്പന? അപ്പോൾ ഈശോ എന്താ പറഞ്ഞേ?
കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കണ്ടോ? 69 സങ്കീർത്തനം 69:18 എന്താ പറഞ്ഞേ? ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അല്ലേ? അവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷമാകരുത്, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം കൊല്ലരുത്, മറ്റുള്ള ഒരാളെ, ഇല്ലേ? ഞാൻ എന്നെയും കൊല്ലരുത്, മറ്റൊരാളെയും ഞാൻ കൊല്ലരുത്, കേട്ടോ? വ്യഭിചാരം ചെയ്യരുത്, മനസ്സിലായോ? സ്വയം ഞാൻ തന്നെ ലൈംഗിക സുഖം കണ്ടെത്താൻ ഇടയാകരുത്, മനസ്സിലായി? ഉദാഹരണം പറഞ്ഞാൽ സ്വയംഭോഗം, അങ്ങനെയുള്ള ചില മാരകമായ തിന്മകൾ, അങ്ങനെയുള്ള തെറ്റ് ഞാൻ സ്വയം എന്നിൽ ചെയ്യുകയും ചെയ്യരുത്. മറ്റുള്ളവരുമായിട്ട് ആ ഒരു പാപത്തിൽ, വ്യഭിചാരം എന്ന പാപത്തിൽ വീഴാനും പാടില്ല, കേട്ടോ? കള്ളസാക്ഷ്യം പറയരുത്. ഞാൻ കള്ളസാക്ഷ്യം പറയുമ്പോൾ മറ്റൊരാൾക്കാണ് അതിൻ്റെ സങ്കടം ഉണ്ടാകുന്നത്, ദുരിതം ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ടോ, അതായത് എൻ്റെ ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് വേദന സമ്മാനിക്കുന്നതാകരുത്. അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാതെ ദൈവകൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കും. നിത്യജീവനിലേക്ക് ഞാൻ യോഗ്യതയുള്ളവനാകും, യോഗ്യതയുള്ളവളാകും, കേട്ടോ? നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. പലപ്പോഴും ഇത് പ്രിയമുള്ളവർ, ഇത് പലർക്കും ഇതുകൊണ്ട് മനസ്സിലാവില്ല. ഇപ്പോഴും ശത്രുതയാണ്, വൈരാഗ്യമാണ്, മനസ്സിലായോ? അയൽവാസിയോട് മിണ്ടില്ല, സ്വന്തം കുടുംബത്തിലുള്ളവർ തമ്മിൽ പിണക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി കാണുകയോ മിണ്ടുകയോ ചെയ്യില്ല. ഇപ്പുറത്തെ ഒരു വീട്ടിൽ രോഗിയായി കിടന്ന ഒരാൾ രോഗിയായ അയാളുടെ ഇപ്പുറത്തെ ശത്രുതയാണെങ്കിൽ പോയി കാണില്ല, മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യേണ്ട നന്മ അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അതായത് മറ്റുള്ളവർ ഞാൻ എന്നെ തന്നെ എങ്ങനെ കാണുന്നോ, എന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ, ആ ഒരു സ്നേഹം, അത് ഞാൻ എൻ്റെ അയൽക്കാരനെയും കൂടെ കൊടുക്കണം. എൻ്റെ സ്നേഹം, മനസ്സിലായോ? അത് ചെയ്യില്ല. പ്രിയമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് വഴിയില്ല, അവർക്ക് വഴി ആവശ്യമുണ്ട്. ഒരു നടവഴി മാത്രമേ ഉള്ളൂ, 2 വീലർ പോകും, അങ്ങനെയുള്ള കൊച്ചു വഴിയാണ്. അപ്പോൾ അവരുടെ അയൽവാസിയുടെ വസ്തുവാണ് ആ വഴിയോട് ചേർന്നുള്ളത്. അയൽവാസിയോട് ഇങ്ങനെ കുറച്ച് വഴി ചോദിച്ചു, പൈസ തരാം, ഞങ്ങൾക്ക് വഴിക്ക് ആവശ്യമുള്ള അത്രയും പൈസ തരുമെന്ന് ചോദിച്ചു. തരില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, മനസ്സിലായോ? എന്നിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും, മനസ്സിലായോ? വെറുതെ തരണമെന്നല്ല അവർ പറഞ്ഞേ, ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾക്ക് കുറച്ച് വഴി വേണം. പ്രായമായവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ, അവർക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, വണ്ടി വരുന്നില്ല, കൊടുക്കില്ല, പൈസ തരാമെന്ന് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല. എന്നിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരും, പള്ളിയിൽ വന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്, വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയാണ്, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് അവിടെയാണ് കർത്താവ് എന്നുള്ള പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കെ അതിന് വിപരീതമായിട്ട് നമ്മൾ ജീവിക്കുകയും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന എന്നെ നിത്യജീവനിൽ നിന്ന് ദൂരേക്ക് അകറ്റിക്കളയുകയും ചെയ്യുന്നത് ആരാന്നറിയാമോ? വേറെ ആരുമല്ല, പിശാചാണ് നമ്മളെ അത് ചെയ്യിപ്പിക്കുന്നത്. നമുക്കറിയാം ഏതൊക്കെയാണ് പാപം, ഏതൊക്കെയാണ് നന്മ, നമുക്കറിയാം. ഇത് ചെയ്യുന്നത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല, അറിയാം, പക്ഷെ ചെയ്തു പോവുകയാണ്. പൗലോസ് പറയുന്നില്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, പിന്നെയോ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മയുണ്ട്, അത് ഞാൻ ചെയ്തു പോവുകയാണ്. എനിക്ക് സ്വർഗത്തിൽ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിലേക്ക് ഞാൻ എത്തപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ അതിൽ നിന്ന് പിറകിലേക്ക് വലിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ ഞാനും നീയും ജീവിക്കേണ്ടത്. പിശാചിനെ തോൽപ്പിച്ചുള്ള ജീവിതമാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്.
1 പത്രോസ് 5, 8 മുതൽ 8, 9 വാക്യങ്ങൾ പറയുന്നുണ്ട്. 1 പത്രോസ് 5, 8, 9 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച്, നീ എത്ര നല്ലവനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള പാപത്തിൻ്റെ പ്രലോഭനങ്ങളുമായിട്ട് പിശാച് അലർന്ന സിംഹത്തെ പോലെ നിൻ്റെ കൂടെ ഉണ്ട് മക്കളെ. അത് നീ തിരിച്ചറിയണം. നീ ഒരു ധ്യാനം കൂടി ഇപ്പോൾ ഒരു ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹം വന്നു, നല്ലതാ. അങ്ങനെ നന്നായി ജീവിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം, ബൈബിൾ വായിക്കണം, ഇനി കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം, പാപം ചെയ്ത് കുമ്പസാരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നല്ല ആത്മീയമായൊരു അനുഭവത്തിലൂടെ ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, നല്ലതാ. അങ്ങനെ ആഗ്രഹിക്കുന്ന നിന്നെ ആഗ്രഹിക്കുന്ന ആ ആത്മീയ പ്രവൃത്തിയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി അലർന്ന സിംഹത്തെ പോലെ പിശാച് നിൻ്റെ കൂടെയുണ്ട്. അതും നീ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ തോൽപ്പിക്കണം. ആ പിശാചിനെ തോൽപ്പിക്കണം. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ പിശാചിനെ തോൽപ്പിക്കണം, പിശാചിന് മേൽ വിജയം വരിക്കണം. ഇല്ല, വെളിപാട് 3:5 പറയുന്നത്, വെളിപാട് 3:5, വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല, എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെ സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. കണ്ടോ, വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ഞാൻ ധരിപ്പിക്കും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ പേര് ഞാൻ മായ്ച്ചു കളയില്ല. ഒരു വിജയം വരിക്കണം. പലപ്പോഴും നമ്മൾ ഈ വിജയിച്ചു എന്ന് പറയുന്നത് എന്താ? SSLC അല്ലെ +2 ഫുൾ A+ വാങ്ങിച്ച് ജയിച്ചു, നല്ലത്. അതിനെ മാത്രമേ വിജയമായിട്ട് കാണും. എൻ്റെ പൊന്നു മക്കളെ, SSLCക്ക് ജയിച്ച നീ, +2 ഫുൾ A+ വാങ്ങിച്ച നീ, അതിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ നിനക്ക് പാപത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിജയിച്ചു എന്ന് ഒരിക്കലും ദൈവം പറയില്ല, ലോകം പറയും നീ വിജയിച്ചു എന്ന്. മനസ്സിലായോ? പരീക്ഷയിൽ നീ വിജയിച്ചു എന്ന് ലോകം പറയും, പക്ഷേ പാപത്തെ നീ വിജയിക്കാതിരുന്നാൽ ദൈവം പറയും നീ വിജയിച്ചില്ലെന്ന്. ഒരു ബിസിനസ് നീ നടത്തുന്നു, ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടായി, നീ വിജയിച്ചു. മനസ്സിലായോ? നീ ബിസിനസ്സിൽ വിജയിച്ചു, ലോകം പറയും ആ ബിസിനസ്സിൽ നീ വിജയിച്ചു, നീ ജയിച്ചവനാ. പക്ഷേ നിനക്ക് ആരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. നീ ബിസിനസ്സിൽ ജയിച്ചത് കള്ളത്തരം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ടും മറ്റുള്ള നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ, അവരെ മണിക്കൂറുകളോളം ഇട്ട് കഷ്ടപ്പെടുത്തി നിൻ്റെ ബിസിനസ് നീ വിജയിപ്പിക്കുമ്പോൾ ലോകം പറയും നീ ജയിച്ചു, പക്ഷെ സ്വർഗം പറയും നീ തോറ്റു. നീ ചിന്തിക്കണം, നിനക്ക് ലോകം പറയുന്നതാണോ സ്വർഗം പറയുന്നതാണോ വേണ്ടേ? നീ ചിന്തിക്കണം. ലോകം നിന്നോട് ജയിച്ചു എന്ന് നീ പറയുന്നത് കേൾക്കാനാണോ, സ്വർഗം നിന്നോട് നീ ജയിച്ചടാ എന്ന് നീ പറയുന്നത് കേൾക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? മനസ്സിലായോ? കള്ളത്തരത്തിലൂടെയാണ് നീ ബിസിനസ് ജയിച്ചത്. നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് 5 ശമ്പളം കൊടുക്കത്തില്ല, നേരെ ചൊവ്വേ ശമ്പളം കൊടുക്കില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ശമ്പളം മാറ്റി വെക്കുക, നീട്ടിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ശമ്പളം കുറച്ച് കൊടുക്കുക, എന്നിട്ട് രാപ്പകലില്ലാതെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തും. അങ്ങനെ നീ ജയിക്കും. ലോകം പറയും നീ ജയിച്ചു, പക്ഷെ സ്വർഗം പറയും നീ തോറ്റു എന്ന് സ്വർഗം പറയും. മനസ്സിലായോ? ഒരു പുരോഹിതനായി ഞാൻ ഇപ്പം പറയാം, ഞായറാഴ്ച വിശുദ്ധ കുർബാന ഭയങ്കര ആഘോഷമായിട്ട് ഇങ്ങനെ ഒരിക്കലും ഇല്ലാത്തൊരു ഭക്തിയൊക്കെ കാണിച്ചുകൊണ്ട്, മനസ്സിലായോ, റൂബ്രിക്സൊക്കെ നല്ല ഭംഗിയോടെയൊക്കെ ഭയങ്കര നല്ല സോളമായിട്ട് ഞാൻ കുർബാനയൊക്കെ ചൊല്ലും. മനസ്സിലായോ? കുർബാനയൊക്കെ ചൊല്ലും. ഈ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന ജനം പറയും, അച്ഛൻ്റെ കുർബാന എന്നാ നല്ല കുർബാനയാണ്, അച്ഛൻ എന്നാ നല്ല പാട്ടാണ് പാടുന്നത്, എന്ത് നല്ലോണം അച്ഛൻ പാട്ട് പാടുന്നേ. ശരിയാ, അച്ഛൻ നല്ലവണ്ണം പാട്ട് പാടുന്നുണ്ട്, അച്ഛൻ നല്ല ട്യൂണിൽ അച്ഛൻ കുർബാന ചൊല്ലുന്നുണ്ട്. പക്ഷേ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. മനസ്സ് എവിടെയാണെന്നറിയാമോ? മനസ്സ് ഈ പള്ളിക്ക് പുറത്താണ്. കുർബാന കേൾക്കുന്ന ജനം പറയും, അച്ഛൻ നല്ലവണ്ണം കുർബാനമില്ലേ. പക്ഷേ കുർബാന കേൾക്കേണ്ട ദൈവം പറയും, ഈ അച്ഛൻ നല്ലവണ്ണം അല്ല, അച്ഛൻ വളരെ മോശമായിട്ടാണ് കുർബാന ചൊല്ലിയത്. മനസ്സിലായി? കുർബാന കേട്ട ജനം പറയും, എന്ത് നല്ല കുർബാന. പക്ഷേ കുർബാന കേൾക്കേണ്ട ദൈവം പറയും, എന്ത് മോശമായ കുർബാന. മനസ്സിലായോ? എന്താണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്?
ഞങ്ങൾ അച്ഛന്മാർ, എന്നെ കേൾക്കുന്ന, എൻ്റെ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന വൈദികരുണ്ട്. എൻ്റെ പൊന്നു വൈദികരെ, എൻ്റെ പ്രിയമുള്ള അച്ഛന്മാരെ, നമ്മൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റും നമ്മളെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി എന്ന് മനസ്സിലായി വാഴ്ത്തുപാട്ടുകളായിട്ടൊക്കെ നമുക്ക് ചുറ്റും ഇടവചനം ഉണ്ടാകും. മയങ്ങിപ്പോകരുത് ദയവ് ചെയ്ത്, മനസ്സിലായി. എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഈ ആൾത്താരുടെ മുമ്പിലേക്കൊന്ന് കമഴ്ന്ന് വീഴണം, ഇവിടെ ഒന്ന് കമഴ്ന്ന് വീഴണം. എന്നിട്ട് പറയണം, കർത്താവേ പ്രയോജനമില്ലാത്ത ദാസരാ. ഈശോ പറഞ്ഞില്ലേ, പ്രയോജനമില്ലാത്ത ദാസരാ കേട്ടോ, കടമ ചെയ്തതേ ഉള്ളൂ. ഇത് പറയാൻ പറ്റുമോ? പറയണം. അതാണ് പറയേണ്ടത്. അത് വൈദികർ മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും പറയണം. ഈശോയുടെ മുമ്പിൽ അങ്ങ് അടിയറവ് വെക്കണം ജീവിതത്തെ. സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, പിന്നെയോ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ഒന്നും വേണ്ട കർത്താവേ, ഞാൻ ചെയ്തു, ശരിയാ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാനിന്ന് ഞായറാഴ്ച 3 പള്ളിയിലെ കുർബാന അർപ്പിച്ച്, ഞാൻ വചനം പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചു, മനസ്സിലായോ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ വീട് സന്ദർശനം നടത്തി, ഞാനൊരു പള്ളി പണിഞ്ഞു, ഞാനൊരു ഒരു 10 പേരെ ഞാൻ ക്രിസ്തു മതത്തിലേക്ക് ചേർത്തു. നല്ല കാര്യം. ഇതെല്ലാം ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഇടവക സമൂഹം എല്ലാം ഉറങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ അച്ഛനുണ്ടല്ലോ ഈ ആൾത്താരുടെ മുമ്പിൽ കമഴ്ന്ന് കിടന്നിട്ട് പറയണം, എൻ്റെ അപ്പാ ഞാൻ നിസ്സാരനാ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാ, കടമ ചെയ്തതേ ഉള്ളൂ, നീ നോക്കിക്കോണം. ഇത് പറയാൻ പറ്റുമോ? ഇതാണ് മക്കളെ വിശ്വാസം. ഇതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. അല്ലാതെ അത്ഭുതങ്ങളുടെ പുറകെ പോയി കണ്ട് മതിമറന്ന് ജീവിക്കുന്നതല്ല. നിത്യജീവനിൽ കർത്താവേ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടോ ചോദിക്കണം. യേശുവിനോട് ചോദിക്കണം, കർത്താവേ എൻ്റെ പേര് ആ പുസ്തകത്തിലുണ്ടോ? ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിൻ്റെ കൂടെ ഉണ്ടാകുമോ? ചോദിക്കണം. കർത്താവ് പറഞ്ഞു തരും, ഉണ്ടോ ഇല്ലയോ എന്ന് കർത്താവ് ആ നിമിഷം പറഞ്ഞു തരും. ജീവിതത്തെ ക്രമപ്പെടുത്തണം, വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. യേശു ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ ജീവിക്കണം. യേശു ആഗ്രഹിക്കാത്ത വ്യക്തികളുമായിട്ട് കൂട്ടുകൂടരുത്. യേശുവായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോകരുത്. പിശാചിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് നമ്മൾ തീരരുത് കേട്ടോ. റോമർ 16:19 പറയുന്നുണ്ട്. റോമർ 16:19 നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്ത, കണ്ടോ, നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും, യേശു എന്ന കാര്യത്തെ, നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും, യേശുവിനെപ്പറ്റി അറിവുള്ളവരും, മനസ്സിലായോ, സഭയെപ്പറ്റി അറിവുള്ളവരും, കൽപ്പനയെപ്പറ്റി, ദൈവകൽപ്പനയെപ്പറ്റി അറിവുള്ളവരും, പിന്നീടെന്താ, പാപം ഇല്ലാത്തവരും മാലിന്യമേശാത്തവരും ആയിരിക്കണം. അതാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിക്കുമ്പോൾ അടുത്ത കർത്താവ് തരുന്നൊരു വാഗ്ദാനം എന്താണെന്നറിയാമോ? വേറൊന്നുമില്ല. അതായത് ഈ 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്ന് അവർ ഇങ്ങനെ പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പിശാച് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ലൂക്ക 10:19 ഈശോ അവർക്കൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. വാഗ്ദാനം വേറൊന്നുമില്ല. അതായത് ഈശോ പറയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതെപ്പോഴാണ് കിട്ടിയത്? ഇത് യേശു ഇത് ആദ്യമല്ല കൊടുത്തത്, മനസ്സിലായോ? ഈ 72 പേരെ പറഞ്ഞു വിടുമ്പോൾ യേശു ഇത് കൊടുത്തിട്ടില്ല. യേശു കൊടുത്തത് എപ്പോഴാണെന്നറിയാമോ? ഈ 72 പേര് യേശു ആഗ്രഹിച്ചത് ചെയ്തപ്പോഴാണ്. മനസ്സിലായോ? യേശു ആഗ്രഹിച്ച വഴിയിലൂടെ ഈ ജനം നടന്നപ്പോൾ, യേശു ആഗ്രഹിച്ച പ്രവർത്തികൾ ഈ 72 പേര് ചെയ്തപ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നത്? ഈ ശക്തി അവർ കൊടുക്കുന്നത്. എന്താ? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. നീ എന്നു മുതൽ നിൻ്റെ ജീവിതത്തെ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ക്രമപ്പെടുത്തുന്നോ, അന്നു മുതൽ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒരു പവർ കർത്താവ് നിനക്ക് തരും. ഇത് എവിടെ വേണമെങ്കിലും ഞാൻ എഴുതി തരാം, എഴുതി ഒപ്പിട്ടരാം, എവിടെ വേണമെങ്കിലും. മനസ്സിലായോ? നീ എന്നു മുതൽ നീ പാപത്തെ ഉപേക്ഷിച്ച്, വർഗീയത ഉപേക്ഷിച്ച്, നിരീശ്വരവാദം ഉപേക്ഷിച്ച്,
മനസ്സിലായോ? മറ്റുള്ളവരുള്ള ദ്രോഹം ഉപേക്ഷിച്ച്, പിണക്കം, വൈരാഗ്യം അതൊക്കെ ഉപേക്ഷിച്ച് നീ എന്ന് മുതൽ ദൈവകൽപ്പന അനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ എന്ന് ക്രമപ്പെടുത്തുന്നുവോ ആ നിമിഷം മുതൽ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഒരു ശക്തി കർത്താവ് നിനക്ക് തന്നിരിക്കും. ഇത് ഉറപ്പ് തന്നിരിക്കും. ഹെബ്രായർ 2:15 വചനം പറയുന്നുണ്ട്. ഹെബ്രായർ 2:15 പറയുന്നത് ഇങ്ങനെയാണ്: അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായോ? അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച്, ഈ പിശാചിനെ തോൽപ്പിക്കാനുള്ള ഈ ശക്തി അധികാരം നിനക്ക് തരുന്ന ആരാ? ഈ പിശാചിനെ തോൽപ്പിച്ചവൻ തന്നെയാണ് നിനക്ക് തരുന്നത്. കേട്ടോ? പിശാചിനെ തോൽപ്പിച്ചവൻ തന്നെയാണ് ഈ പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തിയും അധികാരം നിനക്ക് തരുന്നത്. എപ്പോഴാ? നീ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാൻ നിൻ്റെ ജീവിതത്തെ നീ ഒന്ന് ക്രമപ്പെടുത്തുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ക്രമപ്പെടുത്തി നീ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രലോഭനം ഉണ്ടാകുന്നില്ല എന്നല്ല ഒരിക്കലും പറയാം. പ്രലോഭനം ഉണ്ടാകും. കേട്ടോ? പ്രലോഭനം ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ധ്യാനം കൂടി നിനക്ക് നന്നാവണമെന്ന് ആഗ്രഹം വന്നു, നീ ആഗ്രഹിച്ച് നീ ജീവിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത പ്രലോഭനം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അല്ലേ? സംഭവിക്കും. നീ ജീവിതത്തെ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, വിശുദ്ധിയിൽ ജീവിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നീ നിൻ്റെ ജീവിതത്തെ ദൈവകൽപ്പന അനുസരിച്ചുള്ള ജീവിതമാക്കി നീ ക്രമപ്പെടുത്തുമ്പോൾ പ്രലോഭനം ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രലോഭനം ഉണ്ടാകും. അത് നിന്നെ പാപത്തിലേക്ക് വീഴിക്കാൻ വേണ്ടി പിശാച് തരുന്ന പ്രലോഭനമോ ഉണ്ടാകും. ആ പ്രലോഭനത്തെ തോൽപ്പിക്കാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. കേട്ടോ? കർത്താവ് തന്നോളും. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് പാപം ചെയ്യാനുള്ള ആഗ്രഹം നീ എന്ന് ഉപേക്ഷിക്കുന്നുവോ ആ നിമിഷം തൊട്ട് പാപം ചെയ്യാനുള്ള പ്രലോഭനം നിന്നെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? കാരണം വേറൊന്നുമല്ല എൻ്റെ പ്രിയമുള്ളവരെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെയാണ് ഈശോ പിശാചിനെ തോൽപ്പിച്ചത്. മനസ്സിലായോ? തൻ്റെ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ യേശു പിശാചിനെ തോൽപ്പിച്ചു. പക്ഷേ പിശാചിനെ നശിപ്പിച്ചിട്ടില്ല. കേട്ടോ? അതാ മനസ്സിലാക്കണേ. കേട്ടോ? യേശു പിശാചിനെ തോൽപ്പിച്ചു, പക്ഷേ യേശു ഒരിക്കലും പിശാചിനെ നശിപ്പിച്ചിട്ടില്ല. പിശാചിനെ നശിപ്പിക്കാത്തത് കൊണ്ട് നമുക്കെപ്പോഴും ഈ പിശാചിൽ നിന്നുള്ള പ്രലോഭനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിശാച് തോറ്റവനാ, പക്ഷെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. പിശാച് തോറ്റവനായതുകൊണ്ട് പിശാചിനൊരിക്കലും എൻ്റെ സമ്മതം കൂടാതെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. കേട്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കൽ കൂടെ പറയാം. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ യേശു പിശാചിനെ തോൽപ്പിച്ചു, പിശാചിനെ നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ പിശാചിനെ തോൽപ്പിച്ചത് വഴി പിശാച് തോറ്റവനാ. പിശാച് തോറ്റവനായതുകൊണ്ട് പിശാചിനൊരിക്കലും എൻ്റെ സമ്മതം കൂടാതെ എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ പിശാച് നശിപ്പിക്കപ്പെടാത്തത് കൊണ്ട് പിശാചിന് പ്രലോഭനങ്ങൾ തരാൻ കഴിയും. പാപത്തിലേക്കുള്ള പ്രലോഭനങ്ങൾ തരാൻ കഴിയും. മനസ്സിലായോ? പിശാചിന് നമ്മളെ പാപം ചെയ്യിക്കാനുള്ള പ്രലോഭനം തരാനേ കഴിയൂ. പിശാചിനൊരിക്കലും എൻ്റെ സമ്മതം കൂടാതെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കേട്ടോ? ഇത് തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പാപത്തിലേക്ക് വീഴുന്നതിൻ്റെ കാരണം എന്താ? ഞാൻ തന്നെ കാരണം. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒന്ന് കുറഞ്ഞു പോയാൽ പിശാചിൻ്റെ ആ പാപം എന്നിലേക്ക് സംഭവിക്കും. ആ പാപത്തിലേക്ക് ഞാൻ വീഴും. മനസ്സിലായോ? ദൈവവചനം വായിച്ചുകൊണ്ടിരുന്ന ഞാൻ ദൈവവചനം എന്ന് അടച്ചു വെക്കുന്നോ അന്ന് മുതൽ പിശാചിൻ്റെ ആ പ്രലോഭനത്തിൽ ഞാൻ വീണു പോകും. കേട്ടോ? പിശാച് തോറ്റവനാ, അതുകൊണ്ട് എൻ്റെ സമ്മതം കൂടാതെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് പ്രലോഭനം വന്നുകൊണ്ടേയിരിക്കും. കേട്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്താ? അതായത് പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇല്ലേ? അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആ ഒരു വിശ്വാസം
അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെയൊക്കെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. അതുകൊണ്ട് ഇനി എങ്ങനെയും ജീവിക്കാം, അങ്ങനൊരു ചിന്ത ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി? യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നോ അല്ല. തിരുസഭ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെ അവൻ പിശാചിനെ തോൽപ്പിച്ചു, പിശാചിനെ നശിപ്പിച്ചിട്ടില്ല. പിശാചിനെ നശിപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് പിശാച് നശിക്കുന്നതും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതും. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതും പിശാച് നശിക്കുന്നതും എന്ന യേശുവിൻ്റെ രണ്ടാമത്തെ വരവില്ല. പക്ഷേ പിശാച് നശിക്കാത്തതുകൊണ്ട് പ്രലോഭനം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ പ്രലോഭനം വന്നത് എവിടുന്നാണ്? ഈ തോറ്റ പിശാചിൽ നിന്നാണ് പ്രലോഭനം വരുന്നത്. പിശാച് തോറ്റവനായതുകൊണ്ട് എൻ്റെ സമ്മതമില്ലാതെ എന്നെ ഒരിക്കലും പിശാചിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, ഈ ചിന്തകളിലൂടെ നമുക്ക് പോകാം. യോഹന്നാൻ 17:15 ഈശോ തൻ്റെ സ്ലീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ? ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ലോകത്തിലെ ചില കാര്യങ്ങളെ കണ്ട് പേടിയോടെ ജീവിക്കാനല്ല, പിന്നെയോ പിശാചിനെ എങ്ങനെ തോൽപ്പിക്കണം, മനസ്സിലായി? പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കണം, ബൈബിൾ എങ്ങനെ വായിക്കണം, വായിച്ച വചനം എങ്ങനെ ധ്യാനിക്കണം, കുർബാനയ്ക്ക് എങ്ങനെ നിൽക്കണം, മനസ്സിലായി? കുർബാന സ്വീകരിക്കണം. ഒരു ചെറിയ പാപം ചെയ്താൽ പോലും കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തണം. അങ്ങനെയൊക്കെ നീ ജീവിച്ച് പിശാചിനെ തോൽപ്പിക്കണം. നിൻ്റെ കുടുംബത്തിലല്ല, നിൻ്റെ കുടുംബത്തിലെ 7 അയലത്തോലും പിശാചിനെ നീ കയറ്റരുത്. ആ ഒരു ആഗ്രഹത്തോടുകൂടെ എൻ്റെ പ്രിയമുള്ളവരെ ജീവിക്കാം. നമുക്ക് ഈ ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, നമ്മൾ കേട്ടത് എന്താ? ഒന്ന്, കർത്താവ് ധൈര്യം തരും. ഈ 72 പേരുടെ ജീവിതം കണ്ടില്ലേ? എന്നാ ധൈര്യമായിരുന്നു അവർക്ക്, ഇല്ലേ? അങ്ങ് ഇറങ്ങിയ ഈശോ പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അവർ പാവങ്ങളെ പേടിപ്പിച്ചാണ് വിട്ടത്. എന്നിട്ട് ഈ പാവങ്ങളങ്ങ് ഇറങ്ങുക. എന്താ? ഈ ഞങ്ങളെ വിടുന്നവൻ ഞങ്ങളെ നോക്കിക്കൊള്ളും, അല്ലേ? നിന്നെ ഈ കുടുംബത്തിലാക്കിയിരിക്കുന്നവൻ, എന്നെ ഈ പൗരോഹിത്യത്തിലാക്കിയിരിക്കുന്നവൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും. ധന്യൻ മാറിവാൻസ് മെത്രാപ്പോലീത്ത ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയാൽ അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നാളെപ്പറ്റി ചിന്തിക്കരുത് മക്കളെ, നാളെപ്പറ്റി നാളത്തെ ദിനം തന്നെ ചിന്തിച്ചോളും. നീ ഇപ്പോൾ കർത്താവിനോട് കൂടെ ജീവിക്കുക, കർത്താവ് നിൻ്റെ കാര്യം നോക്കിക്കോളും. രണ്ടാമത്, അത്ഭുതങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിന് മുമ്പിൽ ഞാൻ നല്ലതാണെന്ന് ചിന്തിക്കരുത്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതായത് എൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കൊള്ളാം, സൂപ്പർ, എൻ്റെ കർത്താവ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കരുത്. പിന്നെയോ, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ? അത്ഭുതങ്ങൾ ഇന്ന് വന്നു, നാളെ പോയി, കഴിഞ്ഞു. അത് വെള്ളത്തിലെ കുമ്പള പോലെ, ഒരു നിമിഷ നേരത്തേക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ, വിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ആ ആൾത്താരിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അപ്പവും വീഞ്ഞും ഒരു പാവപ്പെട്ട ഒരു വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമാകുന്നു, യേശുവിൻ്റെ രക്തമാകുന്നു. ഇത് ഞാൻ കാണുന്നുണ്ട്. ഈ അത്ഭുതം കാണുന്ന ഞാൻ കണ്ട് നിൽക്കുകയാണോ, അതോ ഈ കണ്ട അത്ഭുതത്തെ ഞാൻ നാവ് നീട്ടി സ്വീകരിക്കുന്നുണ്ടോ? മനസ്സിലായോ? അതാണ് വേണ്ടത്. മൂന്നാമത്, യേശു പിശാചിനെ തന്നെ കുരിശുമരണത്തിലൂടെ തോൽപ്പിച്ചു, നശിപ്പിച്ചിട്ടില്ല. നശിപ്പിക്കുന്നത് എപ്പോഴാണ്? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. യേശു പിശാചിനെ എന്നേക്ക് നശിപ്പിക്കുന്നു, ദൈവരാജ്യം സ്ഥാപിക്കുന്നു. ഈ പിശാച് നശിക്കാത്തത് കൊണ്ട് പിശാചിൻ്റെ പ്രലോഭനം വീണ്ടും വന്നുകൊണ്ടിരിക്കും. ആ പ്രലോഭനത്തിൽ വീഴാതെ ഞാൻ എന്നെ തന്നെ കാത്തുകൊള്ളണം. ആ കാത്തുകൊള്ളാനാണ് ദൈവകൽപ്പന അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇന്ന് ക്രമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് നീ രക്ഷപ്പെട്ടു, മനസ്സിലായോ? നാളെ രക്ഷപ്പെടണമെങ്കിൽ നാളെയും ദൈവകൽപ്പന അനുസരിച്ച് എൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. ഇന്ന് ഞാൻ കുർബാന സ്വീകരിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. നാളെ രക്ഷപ്പെടണമെങ്കിൽ നാളെയും കുർബാന സ്വീകരിച്ചേ പറ്റൂ കേട്ടോ. അതാ ഓരോ ദിവസവും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇല്ലേ? വാഹനം ഓടിക്കുമ്പോൾ ഇന്ന് പെട്രോൾ അടിച്ചു, ഇല്ലേ? ഇന്ന് പെട്രോൾ അടിച്ചാൽ എന്നേക്കുമാണോ? ഇല്ല. ആ പെട്രോൾ തീരുമ്പോൾ വീണ്ടും നമ്മൾ ഒഴിക്കണം. അതേപോലെ വീണ്ടും നമ്മളിങ്ങനെ ചാർജായിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ചാർജായിക്കൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.